തന്നെയാണ് ഈ മൊഴിയെടുക്കൽ. ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറല്ല പോലീസ് ആണെങ്കിലും. കാരണം അവർ ഈ ഡ്രൈവറും ക്ലീനറുമായുള്ള മൊഴിയെടുപ്പിൽ തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് സ്വദേശികളാണ് രാജേന്ദ്ര പ്രസാദും ഒപ്പം തന്നെ ക്ലീനർ വർഗീസും. ഇവർ രണ്ടുപേരെയുമാണ്. ഇവർക്ക് പരിക്കുകളുണ്ട്. അത് സാരമായ പരിക്കുകളല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നേരത്തെ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഇനി പോലീസിൻ്റെ ഒരു പ്രതികരണത്തിനായി കൂടിയാണ് നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് എന്തായാലും ഈ അത്യാഹിത വിഭാഗത്തിന് പുറത്തേക്ക് എന്തായാലും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇവിടെ പ്രവേശിപ്പിച്ചത് ഇർഫാന എന്ന കുട്ടിയായിരുന്നു. ഇർഫാന ഇവിടെ എത്തുമ്പോൾ തന്നെ മരിച്ച നിലയിൽ തന്നെയായിരുന്നു. ഇർഫാനെ ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ മൊഴിയെടുക്കൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. തച്ചമ്പാറയിലെ ഇസാഫ് ആശുപത്രിയിലെ ഉൾപ്പെടെയുള്ളവരെ എന്തായാലും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ഇതാണ് നിലവിലെ ഇവിടുത്തെ സാഹചര്യം. മദർ കെയർ ആശുപത്രിയിൽ ഈ ഡ്രൈവറും ക്ലീനറും ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് ഒപ്പം തന്നെ ഇവരുടെ മൊഴിയെടുക്കാനായി ഇവിടെ എത്തിയിട്ടുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം, ഈ ഇത്തരത്തിൽ തന്നെ ഒരു രോഷാകുലരായ നാട്ടുകാരെ നേരത്തെയും ഈ ഒരു പ്രദേശത്ത് ആശുപത്രിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഈ മേഖലയിൽ അപകടം തുടർക്കഥയാകുന്നതിൽ വലിയൊരു പ്രതിഷേധം ഈ നാട്ടുകാരും ഈ പ്രദേശവാസികളും ഒക്കെ തന്നെ അറിയിക്കുന്നുമുണ്ട്. ആശുപത്രിക്ക് മുന്നിൽ ഉൾപ്പെടെ വലിയ നിരയിൽ ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ ഈ രണ്ടുപേരും ഡ്രൈവറും ക്ലീനറും ഇവിടെ ചികിത്സയിൽ തുടർന്നു. പോലീസ് അവരുടെ മൊഴിയെടുക്കുന്നു എന്നുള്ളതാണ് മദർ കെയർ ആശുപത്രിയിൽ ഉള്ള ഒരു നിലവിലെ സ്ഥിതിഗതി. പൂജ. അരുൺ, ഇപ്പോൾ പോലീസ് സംസാരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള വിവരം നമ്മളിലേക്ക് എത്തുക. എന്നാലും ഈ പരിശോധിക്കുന്നതിനിടയിൽ ഈ ഡ്രൈവറെയും ക്ലീനറെയും പരിശോധിക്കുന്നതിനിടയിൽ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ ആശുപത്രിയിലെ അധികൃതരോട് അവർ പങ്കുവച്ചിരുന്നു? അതോ ആരോഗ്യ വിവരം മാത്രമാണോ ഈ ഡോക്ടറും നഴ്സും ഉൾപ്പെടെയുള്ളവർ നമ്മളോട് സംസാരിച്ചത്? അതെ, കഴിഞ്ഞ മണിക്കൂറിൽ ഉൾപ്പെടെ ഈ PRO നമ്മളോട്, ആശുപത്രി അധികൃതർ നമ്മളോട് പ്രതികരിച്ചപ്പോഴും അത്തരത്തിലുള്ള ആരോഗ്യ വിവരങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞത്. മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഡ്രൈവർ ഇവരോട് പ്രതികരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ അവരെന്തായാലും ഈ സമയത്ത് നമ്മളോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം പോലീസ് അകത്തുണ്ട്. പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ, അതായത് ഇവർ ആശുപത്രിയിൽ പ്രവേശിച്ചത് മുതലുള്ള കാര്യങ്ങളും ഈ കുട്ടി മറ്റ് അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ സാഹചര്യം ഉൾപ്പെടെയുമാണ് നമ്മൾ ഈ അധികൃതർ പ്രതികരണത്തിനായി ഒന്നുകൂടെ നമ്മൾ ശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ കുട്ടിയുടെ ആരോഗ്യനില ഉൾപ്പെടെ ഇവിടെ എത്തുമ്പോഴേ മരിച്ച നിലയിലായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ നമ്മളോട് പ്രതികരിച്ചത്. എന്താണ് പോലീസും ഇവർ നൽകിയ വിവരം? പൂജ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഇവരുടെ പ്രതികരണം ഏറ്റവും പ്രധാനം തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തായാലും ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പോലീസ് ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പൂജ. തീർച്ചയായും ആരോട് നമ്മളിടയ്ക്ക് ആ ദൃശ്യത്തിൽ ആ ഡോറ് തുറന്നപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. അകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവിടെ ഡ്രൈവറും ക്ലീനറും ഉണ്ട്. രണ്ടുപേരും കാസർഗോഡ് സ്വദേശികളാണ്. അവരിൽ നിന്നും മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, മദർ കെയർ ആശുപത്രിയിൽ തന്നെയാണ് ഒരു കുട്ടിയെ എത്തിച്ചിരുന്നതും. പക്ഷേ എത്തിക്കുമ്പോഴത്തേക്കും ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. വേദനിപ്പിക്കുന്ന വിവരം തന്നെയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരെന്താണ് പറയുന്നത്, അവരുടെ പ്രതികരണം എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പരിക്കുകൾ സാരമുള്ളതല്ല. പക്ഷേ എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇനി അത് അവർ തന്നെ പറയണം. നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് അപകടം മറ്റൊരു വാഹനം ക്രോസ് ചെയ്ത് വന്നപ്പോൾ സൈഡ് കൊടുത്തതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലാവുന്നത്. വളരെ പ്രാഥമികമായിട്ട്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലാണ്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നോക്കിയാലാണ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പറ്റുള്ളൂ. ആസ് ഓഫ് നോ നമുക്ക് അങ്ങനെയുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ CCTV ക്യാമറ അടക്കം എല്ലാം പരിശോധിക്കണം. ദൃക്സാക്ഷികളുള്ള സമയമാണ്. ഇപ്പം ഇപ്പോൾ എജിറ്റേഷൻ്റെ തിരക്കായതുകൊണ്ട് അന്വേഷണത്തിൻ്റെ കാര്യത്തിലോട്ട് പോകാൻ പറ്റില്ല. നാളെ മുതൽ അതിലേക്കുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ശരിയാണ്. അപ്പം അത് ആയിരിക്കാം ഇപ്പോൾ ഒരു കൺക്ലൂഷനിലോട്ട് അതിലേക്ക് എത്താൻ ഉള്ളൂ. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട് മറ്റൊരു വാഹനം വന്നപ്പോൾ സൈഡ് കൊടുത്തതിലുണ്ടായിരുന്ന ഔട്ട് ഓഫ് കൺട്രോൾ പോയതായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷേ മറ്റ് ആസ്പെക്ട്സും ഇപ്പോൾ പലരും പറയുന്നുണ്ട്. അതെന്തായാലും വിശദമായിട്ട് അന്വേഷണത്തിനകത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് ദ എക്സാക്ട് റീസൺ. സാക്ഷികൾ പറയുന്നത് റോഡിൽ അശാസ്ത്രീയത അത് ഞങ്ങൾ തെന്നി മാറിയതാണ് എന്നുള്ളൊരു തരത്തിലാണ്. ഇത്രയും പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാൻ കഴിയില്ല. ഇപ്പോൾ ആസ് ഓഫ് നൗ സ്പോട്ട് പോലും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം എജിറ്റേഷൻ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ നോക്കുന്നത്. എന്തായാലും നാളെ മുതലുള്ള അന്വേഷണത്തിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ അസസ്മെൻ്റ് എല്ലാം ഉണ്ടാവും. താൽക്കാലിക പരിഹാരത്തിന് എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാവും? ബലപാലിക്കോ അങ്ങനെ എന്തെങ്കിലും
നോക്കിയതിന് ശേഷം പറയാം. ഇപ്പം വളരെ പ്രീമച്ചുവറായിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് പറയാം. ഡ്രൈവറുടെ മൊഴി എടുക്കാൻ കഴിയില്ല, അതിന് പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഡ്രൈവറിലോ ക്ലീനർക്കോ പരിക്കുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പോലീസ് അവിടെ ഉണ്ട്, വേണ്ട രീതിയിൽ അത് നോക്കിയിട്ട് ചെയ്യാം. ഡ്രൈവർ പറ്റില്ല. SP സംസാരിക്കുകയായിരുന്നു.